ഗൈസ് ടെക് ട്രാമ്പ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ ഐഫോൺ 16 അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. കുറച്ച് ലേറ്റ് ആയി പോയി, കാരണം സാധനം കിട്ടി ഞാൻ ഇച്ചിരി തിരക്കിലായി പോയി. പക്ഷേ ഈ പ്രാവശ്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ സാധനം ഓൾറെഡി പൊട്ടിച്ചാണ് എനിക്ക് അവർ തന്നിരിക്കുന്നത്. അതിന് 5000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് ഇത് എടുക്കുമ്പോൾ. സോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ 5000-നും വലുതല്ലല്ലോ ഒന്നും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തെന്നല്ലേ ഉള്ളൂ. ഞാൻ അതുവരെ തുറന്ന് നോക്കി അങ്ങനെ പുറത്തേക്കൊന്നും എടുത്തില്ല, ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സോ അങ്ങനെ തന്നെ ഞാൻ മേടിച്ചിട്ട് പോകുന്നത്. കാരണം അതിൻ്റെ ഒരു ഇംപ്രഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ തുറന്ന് സാധനം ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, 80,000 രൂപ കൊടുത്താണ് ഈ ഫോൺ ഞാൻ മേടിച്ചത്. സോ 80,000 രൂപക്ക് ഇതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമുക്കിത് പൊട്ടിച്ചു നോക്കാം. സോ ഈ പ്ലസ് ഞാൻ കളറൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. ഈ ബ്ലാക്കിന് ഇവർ പറയുന്ന പേര്, ഓ മൈ ഗോഡ്, ബ്ലാക്ക് തന്നെയാണ് ഗൈസ് പറയുന്നത്. സോ 120 GB ബ്ലാക്ക് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഈ ബ്ലാക്ക് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്താണ്, എന്നാലും നമുക്ക് തുറന്ന് നോക്കാം. സോ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ 16 ബോക്സ് എന്ന് പറയുന്നത്. ഇതൊരു ഇന്ത്യൻ MRP യൂണിറ്റ് ആണ്. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാണ്. വാവ് ഗൈസ്, എൻ്റെ അമ്മേ, ഈ പ്രാവശ്യം ഇത് ശരിക്കും ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു ഓഫായിരുന്നു. ഇത് ശരിക്കും ഒരു ബ്ലാക്ക് ടെക്സ്ചർ തന്നെയാണ് വരുന്നത്. പിന്നെ മേജറായിട്ട് വരുന്നൊരു മാറ്റം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണും. ക്യാമറ മൊഡ്യൂളാണ്. 11-ന്റെയും 12 സീരീസിൻ്റെയും ക്യാമറ മൊഡ്യൂളാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസ് ഇത്തിരിയും കൂടി പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. സോ അതാണ് ഇതിനകത്ത് മേജറായിട്ടൊരു വ്യത്യാസം കാണാനുള്ളത്. സോ സംഭവം നൈസാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കളറാണ്. ഒരു നല്ല ബ്ലാക്കാണ്, വളരെ നല്ലൊരു ബ്ലാക്കാണ്. ഇതൊരു മേജർ ഹൈലൈറ്റ് ആണ്. ഇത് ശരിക്കും നമ്മുടെ ക്യാമറയുടെ ഒരു സ്വിച്ചാണിത്. ഇത് ഒരു ഫിസിക്കലല്ല, ഫിസിക്കലാണ്. നെങ്ങുന്നുണ്ട്. ഇത് ബട്ടനാണ് കേട്ടോ, ഫിസിക്കൽ ബട്ടനാണ്. ഇത് പണ്ട് നമ്മുടെ സോണി എറിക്സണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് ഈ കാണുന്നത്. എറിക്സണിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഈ N95, Nokia N95 ഫോട്ടോ എടുക്കാനൊരു സാധനം ഉണ്ടായിരുന്നു. അത് ശരിക്കും ആപ്പിൾ അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഒരു പുതിയൊരു ഫീച്ചറായിട്ട്. അതേപോലെ തന്നെ വേറൊരു അത്ഭുതകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ബട്ടൺ കണ്ടോ, ആക്ഷൻ ബട്ടൺ. സോ അതേപോലെ തന്നെ സൈഡ് ബീഡിങ്സ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഫുള്ള് ബ്ലാക്കിലാണ്. പക്ഷേ 15 നിന്ന് എനിക്ക് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏകദേശം അതൊക്കെ തന്നെയാണ്. വലിയ വെയിറ്റിലോ കാര്യങ്ങളിലോ ഒന്നും വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. ഇൻഹാൻഡ് ഫീലും ഏകദേശം വലിപ്പമൊക്കെ സെയിം തന്നെയാണ്. മേജറായിട്ടുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞില്ല, ഇതൊന്നാണ്. പിന്നെ അതേപോലെ തന്നെ ആക്ഷൻ ബട്ടൺ ഉണ്ട്. പിന്നെ ഈ ഒരു 3 മാറ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അവർ 3 ചേഞ്ചൊക്കെ ഒറ്റയടിക്ക് തരാമെന്നൊക്കെ പറയുമ്പോൾ അതും ഫിസിക്കലി ഭയങ്കര ഒരു സംഭവമാണ്. സോ നമുക്ക് ഇതൊന്ന് പയ്യെ ഫീൽ ചെയ്ത് നോക്കാം. വാവ്, കറക്റ്റ് 15 തന്നെ. ഒരു വ്യത്യാസമില്ല, യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല. അതേ ഒരു സെറ്റപ്പൊക്കെ തന്നെയാണ് തോന്നുന്നത്. അതേ ഒരു സെയിം ലുക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ 15 ആണ്, പക്ഷെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. ഇതുണ്ടോ, അതാണ് ആ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതങ്ങോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിൽ എന്താ ഉള്ളത് നോക്കാം. ഇതൊരു സംഭവമാണ് കേട്ടോ. കേബിൾ ഇത്തവണ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, അതൊരു ചേഞ്ചാണ്. പിന്നെ ഉണ്ട് അതേപോലെ സിം എജക്റ്റിംഗ് ടൂൾ ഉണ്ട്. പിന്നെ നമുക്ക് പറയാൻ ഈ പ്രാവശ്യം സ്റ്റിക്കർ ഇല്ല ഗൈസ്, അതും എടുത്ത് മാറ്റി. സോ സ്റ്റിക്കർ ഇനി മുതൽ ഉണ്ടാവില്ല. ഇനി അടുത്ത പ്രാവശ്യം വരാൻ പോണ മാറ്റം എന്ന് പറയുന്നത് ഇതും കൂടി എടുത്ത് മാറ്റി. പിന്നെ ഉണ്ടാവില്ല അടുത്ത പ്രാവശ്യം തൊട്ട്. അതാണ് ഇനി അവർ തരാൻ പോണ മാറ്റം എന്ന് പറയുന്നത്. കാരണം മൈൻഡ് ചെയ്യണ്ടല്ലോ, ഇത് മെറ്റലാണല്ലോ. അപ്പോൾ ഭൂമിക്ക് വേണ്ടി പിന്നും കൂടി എടുത്ത് മാറ്റും. ഇവരെന്താണ് ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആൾക്കാർ മേടിക്കും, അത് വേറൊരു കാര്യം. അപ്പം നമുക്ക് പയ്യൊന്നത് ഓണാക്കി നോക്കാം. വാവ്, ആപ്പിൾ എന്താ മനുഷ്യന്മാർ ഒരു മാറ്റവും ഇല്ലാത്തൊരു സാധനത്തിന് എന്തോരെ പൈസ മുടക്കണം. സോ ഗൈസ്, ഇതാണ് iOS 18 ഒരു മൂഡ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും അത് കാണാൻ. ഞാൻ ഇതുവരെ എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഫ്രഷ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാനത് നിന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ 16 അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. സോ ഈ പറയുന്ന ഒരു സാധനം പൊട്ടിച്ചതിൽ നിന്ന് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ?
ഇപ്പോൾ 16 ഞാൻ പൊട്ടിച്ച് ഇപ്പോൾ എൻ്റെ ഒരു ഇനീഷ്യലായിട്ടുള്ള ഇമ്പ്രഷൻ എൻ്റെ തോട്ട്സും പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ചാടി പിടിച്ചാലും ഇത് പോയി എടുക്കരുത്. കാരണം 15 സുഹൃത്തുക്കളോടാണ് ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഈ ഫോൺ നിങ്ങൾ എടുത്തോ ചാടി പിടിച്ചോന്നും പറഞ്ഞ് പോയി എടുക്കരുത്. നിങ്ങൾ അത്യാവശ്യം വെയിറ്റ് ചെയ്യുക, നല്ല റിവ്യൂസ് ആണോ എന്താണെന്ന് നോക്കുക. കാരണം 15 പൊട്ടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വൗ ഫാക്ടർ ഉണ്ടായി. കാരണം എനിക്കെന്തോ പുതിയതായിട്ടൊരു സംഭവം കിട്ടുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പൊട്ടിച്ചപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ കളറിനോടും ആ ലുക്കിനോടും തോന്നുന്നതിന് പിന്നീട് എനിക്ക് 15 സെയിം എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എന്നാൽ പോലും മാറ്റങ്ങളുണ്ട്, പറയത്തക്ക മാറ്റങ്ങൾ നമുക്ക് ഈ ഫോണിലുണ്ട്. ഇപ്പോൾ മേജർലി പറയാന്നുണ്ടെങ്കിൽ ചിപ്സെറ്റിൽ വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ ക്യാമറ മൊഡ്യൂളിൽ വ്യത്യാസമുണ്ട്, പിന്നെ ക്യാമറയുടെ ഒരു കളർ ടോണിലൊരു വ്യത്യാസമുണ്ട്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 15 എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂഡായിരുന്നു. പക്ഷേ 16 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കളർ ടോണൊക്കെ ചേഞ്ച് ചെയ്യാനും കുറച്ചും കൂടി നല്ല ഭംഗി. അത് പിന്നെ എല്ലാ സീരീസിലും ഉള്ളതാണത്, ഓരോ സീരീസിനും ക്യാമറ ഇമ്പ്രൂവ് ആവുന്നുള്ളത്. പിന്നെ മാറ്റം പെർഫോമൻസ് സൈഡിൽ മാറ്റം പറയുന്നുണ്ട്, ഹീറ്റിംഗ് കുറവ് പറയുന്നുണ്ട് ഈ പ്രാവശ്യം. അതേപോലെ തന്നെ വേറൊരു മേജർലി ചേഞ്ച് എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് പറയുന്നത്. കുറച്ചും കൂടി സ്പീഡ്, അതായത് 25 വാട്ട്സിൻ്റെ മേലെ സപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കണം, പിന്നെ ചാർജിങ് ടൈം കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ ഇതൊന്നും ഒരു വലിയൊരു മാറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു 15 ഉള്ള ഒരാൾ 16 എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ഒക്കെ നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 40 രൂപ 45 രൂപയ്ക്ക് മാക്സിമം കിട്ടുള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 80 രൂപ ഉണ്ട് 120 GB. അപ്പോൾ അത് കൊടുത്തിട്ട് ഇതെടുത്താൽ പോലും 35,000 ഇൻവെസ്റ്റ്മെൻ്റ് ആയി. സോ ഒരു 80,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അല്ലാതെ കിട്ടില്ല. അത് ഒരു വലിയൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും അത്രയും വലിയ ചാടി പിടിച്ചെടുക്കാനായിട്ടുള്ളൊരു വൗ ഫാക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ നെഗറ്റീവ് റിവ്യൂ പറയല്ല, ഞാൻ ആരെയും ഡൗൺ ആക്കുന്നതൊന്നുമല്ല. ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയുന്നുള്ളൂ. ഇത് ശരിക്കും എന്താണ് ഗെയിം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഈ ഫോൺ. ഇത് എങ്ങനെയായിരിക്കും ഗെയിം ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 നിന്ന് 13 വന്നപ്പോൾ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ആ ഷിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ഉം 13ഉം തമ്മിൽ മേജർലി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 12 ഇറങ്ങുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ട് അത്യാവശ്യം ഒരു നല്ല ഫോണാണെന്ന് പറഞ്ഞു വെച്ചാൽ 13 ഇറങ്ങിയപ്പോൾ ഒരു മോശം അഭിപ്രായമായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ 13 വിറ്റ പോലെ ഒരു ഫോണും വിറ്റിട്ടില്ല. കാരണം അത്രത്തോളം 13 വിറ്റിട്ടുണ്ട്. ആ ഒരു സെയിം സിനേറിയോ ആയിരിക്കും ഇതിൽ നടക്കാൻ പോകുന്നത്. കാരണം 17ഉം 18ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന 16 എന്ന് പറയുന്ന ഫോൺ നല്ല രീതിക്ക് സെയിലാവും. അതാണ് നടക്കാൻ പോകുന്നത്. കാരണം ക്യാമറ മൊഡ്യൂളിൽ ഈ ചേഞ്ച് അവർ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഒരു ജനറേഷൻ അങ്ങോട്ട് മാറി, മനസ്സിലായി. ഇനി പഴയ ഫോണുള്ള ആളുകൾക്ക് ഒരു ഉള്ളിലൊരു വിഷമം വരും. ആ വിഷമമാണ് ഇവർ മുതലാക്കിയത് കച്ചവടമൊക്കെ മാറ്റാൻ പോണത്. സോ ആ വിഷമം പെട്ടെന്ന് വരരുത്, കാരണം ആ വിഷമം കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് വന്നാൽ മതി. അതാണ് നല്ലത്, കയ്യിൽ അത്രയും കാശിരിക്കും. സോ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. ഇത് യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസും ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും എല്ലാമായിട്ട് ഞാൻ വരുന്നതാണ്. സോ എടുത്ത് ചാടി പിടിച്ച് ആരും പോയി എടുക്കാതിരിക്കുക. പിന്നെ കാശുള്ളവർ പോയി എടുക്കുക, എൻജോയ് ചെയ്യുക. കാരണം മണി ഈസ് ദ അൾട്ടിമേറ്റ് മാൻ. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പൈസ നിങ്ങൾ പൊളിക്കുക. കാരണം ഞാൻ പറയുന്നത് അവരോടല്ല, ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ, അത് അവരോടാണ്. അപ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ നോക്കുക, അപ്പോൾ പൊളിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. സോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ നിങ്ങളുടെ സ്വന്തം ടെക് ട്രാമ്പ് സൈനിങ് ഓഫ്.